മക്കളെ NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളം ചാപ്റ്റർ 23 ഒരു കവിതയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ അന്നത്തെ പുണ്യം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലുള്ളത് എന്നുള്ളത് നമുക്ക് പാഠഭാഗത്തിലേക്കൊന്ന് പോകാം. അപ്പോൾ നമുക്ക് എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് അല്ലേ. അപ്പം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിയത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക കവിയത്രങ്ങൾ എന്ന പേരിൽ 3 കവികൾ കേട്ടോ. ആധുനിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 3 കവികളായിരുന്നു ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ പേരിൽ അറിയപ്പെട്ട ആധുനിക കവിയത്രങ്ങൾ എന്ന കൂട്ടത്തിൽപ്പെട്ടവർ. അപ്പോൾ കൂട്ടത്തിൽ വ്യവസ്ഥാപിതമായി തന്നെ ആധുനിക വിദ്യാഭ്യാസം ലഭിക്കാൻ അവസരം കിട്ടിയത് ഉള്ളൂരിനാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനവും അതുവഴിയുള്ള ഗ്രന്ഥപരിചയവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്വാധീനം ചെലുത്തി. അപ്പോൾ തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ മറ്റു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിലോ നേരിട്ടിടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. നാം ഇവിടെ പഠിക്കുന്ന അന്നും ഇന്നും എന്ന കവിത തെരങ്കിണി എന്ന കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അന്നും ഇന്നും എന്നുള്ള കവിത അദ്ദേഹത്തിൻ്റെ തെരങ്കിണി എന്ന കാവ്യസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതാഭാഗമാണ്. അപ്പോൾ ഉള്ളൂരിനെ കുറിച്ചിട്ട് അപ്പോൾ നിരവധി കവിതകളും അതുപോലെ തന്നെ മഹാകാവ്യങ്ങളൊക്കെ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ശ്രീകൃഷ്ണൻ്റെ മനോമോഹന രൂപത്തിൻ്റെ വർണ്ണന സ്വന്തം വാക്യത്തിൽ ചുരുക്കെഴുതുക. അപ്പോൾ എന്തൊക്കെ നോക്കാം. കാർമേഘത്തെ തോൽപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ നിറം. കാർമേഘത്തിൽ മിന്നൽ പിണർ ഉണ്ടാകുമ്പോഴുള്ള ഭംഗിയാണ് അദ്ദേഹം ചാർത്തിയ മഞ്ഞപ്പട്ടിന്. കിരീടത്തിൽ ചാർത്തിയ മയിൽപ്പീലി ഏറെ മനോഹരമാണ്. രത്നം പതിച്ച മണികുണ്ടലം കവിൾ തട്ടി മെല്ലെ ആടുന്നു. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകൾ കുഞ്ഞിളം കാറ്റിൽ അങ്ങിങ്ങോ പറക്കുന്നു. അന്നത്തെ നനഞ്ഞ ഗോപക്കുറി, കാരുണ്യം വഴിയുള്ള കടാക്ഷം, ഓടക്കുഴലിലൂടെ ചെരിയുന്ന മധുരഗാനം, ഇതൊക്കെയാണ് കൃഷ്ണന് ഉള്ളൂർ നൽകുന്ന വർണ്ണനകൾ കേട്ടോ. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രീതി അല്ലെങ്കിൽ ദൈവിക സങ്കല്പത്തിൽ നിലനിൽക്കുന്ന കൃഷ്ണന് ഇത്രയും മനോഹരമായ ഒരു വർണ്ണനയാണ് ഉള്ളൂർ നൽകുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. കനിവാറ്റിൻ തിരക്കോളിൽ കടക്കൺ കോൺ കളിക്കവേ. അപ്പോൾ ഒരു കവിതാ ഭാഗമാണ് കേട്ടോ. കനിവാറ്റിൽ തിരക്കോളിൻ കടക്കൺ കോൺ കളിക്കവേ എന്ന പ്രയോഗത്തിൻ്റെ ചമത്കാരവും സാരംഗത്യവും വിലയിരുത്തുക. അപ്പോൾ കൃഷ്ണൻ കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളാണ് കണ്ണുകളെ കാരുണ്യമാക്കുന്ന നദിയായി ചിത്രീകരിക്കുന്നു. അപ്പോൾ കണ്ണുകളെ കാരുണ്യമൊഴുകുന്ന നദികളായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. ആ നദിയിലെ തിരിയിളക്കം പോലെയാണ് കടക്കൺ കോണുകൾ ചലിക്കുന്നത്. ഒരു സങ്കല്പത്തോടെ കണ്ണി ചേർത്ത് മറ്റൊരു സങ്കല്പ രൂപകത്തോടെ ബന്ധപ്പെടുത്തിയും ഉൾപ്രേക്ഷയോടെ ഇണക്കിയുമാണ് ഈ ഭാഗത്തെ ചമൽക്കാരം ഉള്ളൂർ വായനക്കാർക്ക് അനുഭവമാക്കി തരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീകളോടുള്ള കൃഷ്ണൻ്റെ കൃപയും കാരുണ്യവും കവിതയിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മുടെ ഷോർട്ട് എസ്സേയാണ് ഇത് കേട്ടോ. അപ്പോൾ നോക്കുക എങ്ങനെയെന്ന്. കൗരവ സഭയിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയയായ പാഞ്ചാലി കൃഷ്ണ എന്ന് നിലവിളിച്ചു. കൃഷ്ണൻ പാഞ്ചാലിയുടെ നിലവിളി കേട്ട് എത്ര അഴിച്ചാലും തീരാത്ത നീളം പാഞ്ചാലിയുടെ വസ്ത്രത്തിന് നൽകി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കൃഷ്ണൻ ദ്വാരകയുടെ ചക്രവർത്തിയായി വാഴുന്ന കാലത്ത് സഹപാഠിയായിരുന്ന കുചേലൻ കൃഷ്ണനെ കാണാനെത്തി. തൻ്റെ ദാരിദ്ര്യാവസ്ഥ കൃഷ്ണനോട് പറയണമെന്നുറച്ചാണ് കുചേലൻ വന്നതെങ്കിലും അപമാനഭാരം കൊണ്ട് കുചേലൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ കുചേലൻ തിരിച്ചു ചെന്നപ്പോഴേക്ക് കുചേലൻ്റെ പത്നിക്ക് വേണ്ടി ഒരു മണിമാളിക തന്നെ തീർത്തു കൊടുത്തിരുന്നു കൃഷ്ണൻ. ഭക്തനായ കുചേലൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരുന്നിട്ടും അത് സാധിച്ചു കൊടുത്തു. വനവാസകാലത്തെ പാണ്ഡവർ സൂര്യഭഗവാൻ സമ്മാനിച്ച അക്ഷയപാത്രം കൊണ്ട് വരുന്നവർക്കൊക്കെ ആവശ്യത്തിന് ഭക്ഷണം നൽകിയിരുന്നു. ഇതിൽ കുപിതനായ ദുര്യോധന ദുർവാസാവിനെ അങ്ങോട്ട് അയച്ചു. പാണ്ഡവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. പാഞ്ചാലി കഴിച്ചാൽ പിന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ഇതറിയാവുന്ന ദുർവാസാവ്
പാഞ്ചാലി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെച്ചതിനു ശേഷമാണ് എത്തിയത്. ദുർസാവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ കോപത്തിനിരയാകുമോ എന്ന് പാഞ്ചാലി ഭയന്നു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ പാത്രം കാണിക്കാൻ പാഞ്ചാലിയോട് ആവശ്യപ്പെട്ടു. പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ചിരയിലയുടെ ഒരു കഷ്ണം കൃഷ്ണൻ എടുത്തു കഴിച്ചു. അതോടെ കൃഷ്ണന് തൃപ്തിയായി. അതോടൊപ്പം ദുർവാസനും ഭക്ഷണം കഴിച്ചതുപോലെ അനുഭവപ്പെട്ടു. അപ്പം ഇത്രയും സ്ത്രീകളോട് കൃപയും കാരുണ്യവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചത് കൃഷ്ണനെ നമ്മുടെ ഉള്ളൂർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ചെറു സൂചനകൾ കൊണ്ട് ജീവിത കഥ മുഴുവൻ ഒതുക്കി അവതരിപ്പിച്ചിരിക്കുന്നു ഈ കാവ്യഭാഗത്ത് ഉള്ളൂർ മഹാകവി വിശദീകരിക്കുക. അപ്പം കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാള നെയ്ത കണയാൽ കാൽത്താർ വീണ്ട ദിനം വരെ. അപ്പം ജീവിതത്തിലുടനീളം കൃഷ്ണൻ കാണിച്ചത് ലോകത്തെ മായ്ക്കുന്ന വിസ്മയങ്ങളായിരുന്നു. കല്ലുകൊണ്ടു കെട്ടിയ തടവറക്കുള്ളിൽ പെരുമഴ പെയ്യുന്ന അർദ്ധരാത്രിയാണ് കൃഷ്ണൻ്റെ ജനനം. പിറന്ന ഉടനെ വിഷ്ണുവായി വിശ്വരൂപം കാണിച്ച് തൻ്റെ തടവറയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉപായം ദേവകി അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണൻ്റെ ജനനം അമ്മയ്ക്ക് കണി കാണൽ പോലെ ആയിരുന്നു. കാട്ടാളൻ എയ്ത അമ്പ് കാൽവണ്ണയിൽ ഏറ്റ കൃഷ്ണൻ മരിക്കുന്നതുവരെ താൻ കാണിച്ച കപടതകളെല്ലാം ലോകത്തെ പറ്റിക്കാനുള്ളതല്ല, മറിച്ച് രക്ഷിക്കാൻ ഉദ്ദേശിച്ചു മാത്രമായിരുന്നുവെന്ന് പറയുന്നു. അപ്പോൾ കൗരവസഭയിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയായ പാഞ്ചാലി കൃഷ്ണ എന്ന് നിലവിളിച്ചു. കൃഷ്ണൻ പാഞ്ചാലിയുടെ നിലവിളി കേട്ട് എത്ര അഴിച്ചാലും തീരാത്ത നീള പാഞ്ചാലിയുടെ വസ്ത്രത്തിൽ നൽകി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കൃഷ്ണൻ ദ്വാരകയുടെ ചക്രവർത്തിയായി വാഴുന്ന കാലത്ത് സഹപാഠിയായ കുചേലൻ കൃഷ്ണനെ കാണാനെത്തി. നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒന്നിച്ച് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണിത് കേട്ടോ. അങ്ങനെ തൻ്റെ ദാരിദ്ര്യാവസ്ഥ കൃഷ്ണനോട് പറയണമെന്നുറച്ചാണ് കുചേലൻ വന്നതെങ്കിലും അപമാനഭാരം കൊണ്ട് കുചേലൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ കുചേലൻ തിരിച്ചു ചെന്നപ്പോഴേക്കും കുചേലൻ്റെ പത്നിക്ക് വേണ്ടി ഒരു മണിമാളിക തന്നെ തീർത്തു കൊടുത്തിരുന്നു കൃഷ്ണൻ. ഭക്തനായ കുചേലനെ പ്രാർത്ഥന നിശബ്ദമാക്കിയിട്ട് അത് സാധിച്ചു കൊടുത്തു എന്നതും ജീവിത അനുഭവവുമായി ബന്ധപ്പെടുത്തി ഉള്ളൂർ വിശദീകരിക്കുന്നു. വനവാസകാലത്തെ പാണ്ഡവർ സൂര്യഭഗവാൻ സമ്മാനിച്ച അക്ഷയപാത്രം കൊണ്ട് വരുന്നവർക്കൊക്കെ ആവശ്യത്തിന് ഭക്ഷണം നൽകിയിരുന്നു. ഇതിൽ കുപിതനായ ദുര്യോധനന് ദുർമേസാവിനെ അങ്ങോട്ടയച്ചു. പാണ്ഡവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. പാഞ്ചാലി കഴിച്ചാൽ പിന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ഇതറിയാവുന്ന ദുർവാസാവ് പാഞ്ചാലി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെച്ചതിനു ശേഷമാണ് എത്തിയത്. ദുർവാസാവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ കോപത്തിനിരയാകുമോ എന്ന് പാഞ്ചാലി ഭയന്നു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചീരയിലൂടെ ഒരു കഷ്ണം എടുത്തു കഴിച്ചു. അതോടെ കൃഷ്ണന് തൃപ്തിയായി. അതോടെ ദുർവാസാവിനും ഭക്ഷണം കഴിച്ചതുപോലെ അനുഭവപ്പെട്ടു. ദൂതിന് ചെന്ന കൃഷ്ണനെ രാജോചിതമായ സൽക്കാരം ദുര്യോധനൻ ഒരുക്കിയിരുന്നു. എന്നാൽ ആ സൽക്കാരം ഉപേക്ഷിച്ച് തൻ്റെ ഭക്തനായ വിതുരയുടെ വിനീതമായ വിരുന്ന് സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ പാപങ്ങൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്തി. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കൗരവർക്ക് വേണ്ടി ദുര്യോധനനും പാണ്ഡവർക്ക് വേണ്ടി അർജുനനും കൃഷ്ണൻ്റെ സഹായം തേടി. രണ്ടുപേരും ബന്ധുക്കളായതുകൊണ്ട് രണ്ടുപേരെയും കൃഷ്ണന് ഉപേക്ഷിക്കാൻ വയ്യ. ധർമ്മസങ്കടത്തിലായ കൃഷ്ണൻ ഒരു ഉപായം കണ്ടുവച്ചു. ഒരു ഭാഗത്തിന് എൻ്റെ സൈന്യത്തെ മുഴുവൻ നൽകാം, മറുഭാഗത്ത് ഞാനും നിൽക്കാം എന്ന് പറഞ്ഞു. സൈന്യത്തെ മുഴുവൻ കൗരവർക്ക് കൊടുത്താലും തങ്ങൾക്ക് കൃഷ്ണൻ്റെ സാന്നിധ്യം മാത്രം മതിയെന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആയുധമേന്താതെ കുരുക്ഷേത്ര യുദ്ധത്തിനെത്തിയ കൃഷ്ണൻ ചമട്ടിയേന്തി അർജുനനു തേർത്തെളിച്ചു കൊടുത്തു. മാത്രമല്ല ഗീതോപദേശത്തിലൂടെ എപ്പോഴും ഈശ്വരൻ്റെ സഹായവും ഉണ്ടായാലേ മനുഷ്യന് വിജയം സാധ്യമാകൂ എന്ന പാഠം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്കാകെ 4 ചാപ്റ്ററാണ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ളത്. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഇത് കുറച്ച് ടഫുള്ള ഭാഗങ്ങളാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഇതിന് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ആ കവിത നന്നായിട്ടൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററത്തെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതോടുകൂടെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.